അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് യുഗപുരുഷൻ എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിലാണ്. അതൊരു ചരിത്രം ഉറങ്ങുന്ന ചരിത്രം നമ്മൾക്ക് എല്ലാവർക്കും പഠിക്കേണ്ട കാണേണ്ട സംഭവങ്ങൾ ഒരുപാട് കണ്ടുപഠിക്കേണ്ടതായിട്ടുള്ള മനസ്സിലാക്കേണ്ട ഒരു സിനിമയാണ് യുഗപുരുഷൻ. ഞാൻ ആ പടത്തിൽ അഭിനയിക്കുന്നതിൻ്റെ ത്രില്ലിങ്ങിലാണ്. കാരണം പല മേക്കപ്പ് ഗെറ്റപ്പിലും കാര്യങ്ങളൊക്കെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുദേവനെ കുറിച്ച് പഠിക്കാനും ഞാൻ ഗുരുദേവനെ ശരിക്കും ആരാധിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു ആളാണ് ഞാൻ. അതുപോലെ തന്നെ എല്ലാ ദൈവങ്ങളെയും ഞാൻ ഒരേപോലെ കാണുന്ന ആളാണ്. ഇപ്പം പള്ളിയായാലും പള്ളിയിൽ പോവും, മുസ്ലിം പള്ളിയായാലും അവിടെ പോവും, അമ്പലമായാലും അവിടെ പോവും. അതും എൻ്റെ പാട്ടുകൾ തന്നെ അയ്യപ്പ ഭക്തിഗാനങ്ങൾ തന്നെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. അതിൽ ഇപ്പം നമുക്ക് എടുത്തു പറയാവുന്ന ഒരുപാട് ആൽബംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ശബരിമലയും ഞാൻ പോകാറുള്ളതാണ്. ഞാൻ ശബരിമലയ്ക്ക് പോകുമ്പോൾ തന്നെ നമ്മളൊരു സിനിമാ താരമായി കഴിഞ്ഞാലുള്ള ശബരിമലയ്ക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ പണ്ട് മലയാളം പടത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ടെൻഷനൊന്നുമില്ല, സുഖമായിട്ട് അങ്ങോട്ട് തലയിലൊരു കെട്ടും കെട്ടി താഴേക്ക് നോക്കിയിട്ട് നടന്നു പോകും. ആദ്യമൊക്കെ ശബരിമലയ്ക്ക് പോകുമ്പോൾ കെട്ടായിട്ട് പോവാറ്, തലയിൽ മറ്റേ ശബരിമല കെട്ടുമായിട്ട് പോകാറുണ്ട്. പക്ഷെ അത് പോകാൻ പറ്റാണ്ടായി. കാരണം കെട്ടിങ്ങനെ പിടിച്ച് പോകുമ്പോൾ എല്ലാ ആൾക്കാരും നമ്മുടെ മുഖം കാണുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ശബരിമലയെ താഴേന്ന് മുതൽ കയറുമ്പോൾ ആളുകളുടെ അടുത്ത് എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറഞ്ഞിട്ട് വേണം പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ സ്വാമിയേ അയ്യപ്പോ. അപ്പോൾ അടുത്ത ആൾ കയറി വരുന്ന ആൾ സ്വാമിയേ അയ്യപ്പോ ഏത് പടത്തിൽ ഇപ്പോൾ അഭിനയിക്കണേ മണിച്ചേട്ടാ, നമ്മൾ സിനിമ ഷൂട്ടിങ് നടക്കുന്നുണ്ട്, സ്വാമി കയറി വാ നമുക്ക് ഒരുമിച്ച് പോവാം, സ്വാമിയേ അയ്യപ്പോ. ഇങ്ങനെ ഇതേമാതിരിയാണ് ഓരോ ശബരിമലയ്ക്ക് പോയപ്പോൾ ഉണ്ടായൊരു അനുഭവം ഉണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. ഏറ്റവും രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർക്കുന്നുണ്ട്, പറമ്പിക്കുളത്ത് ഒരു സ്ഥലത്ത് ഗസ്റ്റ് ഹൗസിലാന്ന് തോന്നുന്നു, അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേര് അയ്യപ്പൻ എന്നാണ്. ആ അയ്യപ്പൻ എന്ന് പറഞ്ഞ ആളെ ഭയങ്കര സ്നേഹമുള്ള ആളാണ് കേട്ടോ. അപ്പോൾ ഈ അയ്യപ്പൻ ആര് വിളിച്ചാലും അയ്യപ്പ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ സാർ എന്ന് വിളി കേൾക്കും. അപ്പോൾ ആളോട് പറഞ്ഞു, അയ്യപ്പ ചായ കിട്ടിയില്ലല്ലോ സാർ, കൊണ്ടുവരാം സാർ. അപ്പോൾ അടുത്ത ആൾ പറയും, അയ്യപ്പ സാർ ആ ഫയൽ കൊണ്ടുവന്നില്ല കേട്ടോ സാർ, കൊണ്ടുവരാം സാർ. അത് കഴിഞ്ഞാൽ അടുത്ത ആൾ പറയും, അയ്യപ്പ സാർ ചോറിനുള്ള കാര്യങ്ങൾ ശരിയാക്കിയിട്ടുണ്ട് സാർ. ഈ അയ്യപ്പനെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം അയ്യപ്പൻ സാറിന് വിളി കേൾക്കും. പക്ഷെ ഈ അയ്യപ്പൻ്റെ കാര്യം എന്തായി, ഈ അയ്യപ്പൻ എന്ന് പറഞ്ഞ ആൾ ശബരിമലയ്ക്ക് പോയപ്പോൾ പുറകെ വരുന്ന ആൾക്കാരൊക്കെ അയ്യപ്പനെ വിളിക്കണേ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കഥാപാത്രം അയ്യപ്പനും ശബരിമലക്കാരുണ്ട്. അപ്പോൾ വരുന്ന ആൾക്കാർ അയ്യപ്പോ, അപ്പോൾ ഈ അയ്യപ്പൻ സാർ അയ്യപ്പോ സാർ അയ്യപ്പോ സാർ അയ്യപ്പോ സാർ, എല്ലാവരും അയ്യപ്പനെ വിളിച്ച മല കയറി. ഈ അയ്യപ്പൻ എന്ന് പറഞ്ഞ ആൾ സാറെന്നും വിളിച്ച മല കയറിയത്. അയ്യപ്പൻ്റെ അടുത്ത് ഞാൻ പോയി അധികം ഞാൻ വല്ലാതെ തൊട്ടടുത്ത് പോയി പ്രാർത്ഥിക്കുന്നത് ഒരുപാട് ആഗ്രഹം. അവിടെ ചെന്ന് ശബരിമലയിൽ എല്ലാവരും സഹായിച്ച് നമ്മളെ ഏറ്റവും ഫ്രണ്ടിൽ നിർത്തി കാണാനുള്ള അവസരം ഒരുക്കി തരും. അപ്പോഴും ഞാൻ ആലോചിക്കുന്നു, നമ്മളെപ്പോലെ തന്നെ ഒരുപാട് പാവങ്ങളാണ് ഇതിൻ്റെ പുറകിലും വരുന്നത്, അവർക്കും തൊഴണ്ടേ എന്നാഗ്രഹിക്കും. പക്ഷെ എന്നാലും നമ്മൾ പോയി അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ദിവസം ഞാൻ വളരെ തൊട്ടടുത്ത് നിന്ന് ഇങ്ങനെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്ന് തൊഴുമ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്, ആന്ധ്രാപ്രദേശ് തമിഴ്നാട്. അവർ അവിടെ നിന്ന് കൊണ്ടുവരുന്ന 5 കോയനാണ്. ആ 5 കോയ ഒരു 10 കിലോൻ്റെ കെട്ടിലാക്കിയിട്ട് ഞാൻ അങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ സ്വാമിയേ നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഈ തമിഴന്മാർ തെലുങ്കാണ് അയ്യപ്പകാറോ എന്നാണ് ഈ 5 കിലോൻ്റെ കോയനൊറ്റ വീക്കുക എൻ്റെ തലയ്ക്ക്, അമ്മേ അയ്യപ്പ ഇനി മേലാൽ തൊട്ടെടുത്ത് എന്നൊന്നും തൊഴിലില്ല, ഞാൻ മാറി നിന്ന് തൊഴുതോളാം അയ്യപ്പ. ഇപ്പം എപ്പോൾ ചെല്ലുമ്പോൾ ഒന്ന് സൈഡ് ഒതുങ്ങി നിന്നിട്ട് തൊഴിൽ ബാക്കിലേക്ക് നോക്കുകയും ചെയ്യും. കാരണം ഈ 5 കിലോൻ്റെ കട്ടി ഈ കോയിൻ എപ്പോഴാണ് വരാമെന്നറിയില്ല. പക്ഷേ ഇപ്പോൾ ശബരിമലയിൽ കോയിൻ വീക്കുന്ന പരിപാടി ഇല്ല. പിന്നെ മലയ്ക്ക് പോവുകയാണെങ്കിൽ തന്നെ അവിടുത്തെ പോലീസ് ഓഫീസേഴ്സിൻ്റെയും എല്ലാം ഭയങ്കര സൗകര്യമാണ്. നമുക്ക് അവിടെ ചെന്ന് ശബരിമലയിൽ പോയി തൊഴുത് എല്ലാം കഴിഞ്ഞ് വന്ന് തൊഴാനായിട്ട് പോകുമ്പോൾ അവിടുത്തെ ഹോട്ടലിൽ കയറി അല്ലെങ്കിൽ അവിടുത്തെ ഓരോ സ്ഥലങ്ങളും പണ്ട് പോകുമ്പോൾ അവിടെ പൊതുമരാമത്തിൻ്റെ അവിടെയൊക്കെ അവരൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആ പച്ചവെള്ളത്തിലൊരു കുളിയും കുളിച്ച് എന്താ രസം എന്നറിയില്ല. അവിടുത്തെ ചൂടോടുകൂടിയുള്ളൊരു കഞ്ഞിയും ഒരു ചമ്മന്തിയും പപ്പടമൊക്കെ കൂട്ടി കുടിക്കാനുണ്ടാവുന്ന ഒരു സുഖം അനുഭൂതി ഇപ്പോഴും ഓർക്കണം.